സഹിക്കണേനുണ്ടൊരു അതിര്. കാണുമ്പോഴൊക്കെ അയാൾ ഓരോന്ന് പറയാ. ഇന്ന് നല്ല നേരത്തിനാ വന്ന് കിട്ടിയത്. ശരിക്ക് കൊടുത്തനെ ഞാൻ. നീ ഒരു ദിവസമെങ്കിലും സന്തോഷത്തോടെ കഴിയാൻ എനിക്ക് വിധിയില്ല. കഴിഞ്ഞോ? ഒരു ദിവസം ആക്കണ എന്തിനാ? ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു അച്ഛന്റെ കൂടെ. പക്ഷേ ബാലചന്ദ്രനെ പ്രതീക്ഷിക്കണ്ട. അപ്പൊ എന്റെ ശല്യം ഒഴിവാവല്ലോ അല്ലേ? നിനക്ക് സുഖം പോരല്ലോ. ബംഗ്ലാവ് എ സി ഇല്ലാതെ നിനക്ക് എന്ത് സുഖം? മനസാക്ഷിക്ക് നിനക്കാ സംസാരിക്കരുത് ബാലേട്ട. പിന്നെ നീ പറഞ്ഞതിന് എന്താ അർത്ഥം? എന്റെ കൂടെ എന്റെ അവസ്ഥയ്ക്കൊത്ത് കഴിയാൻ നിനക്ക് സുഖം പോരല്ലോ. ബാലേട്ടൻ എനിക്ക് ഭയങ്കര സുഖവും സമാധാനമാണല്ലോ തരണത്. പാതിരാത്രി ആവുമ്പോ കയറി വരും. വരണതോ തലയ്ക്ക് ബോധമില്ലാതെ. എന്താ സന്തോഷം, എന്താ സുഖം. നിനക്ക് മനസ്സിലാവില്ല എന്റെ മനസ്സ്, എന്റെ ദുഃഖം. ഒന്നും മനസ്സിലാവില്ല. മൂക്കറ്റം കള്ളു കുടിച്ച തീരുന്നാണല്ലോ ബാലേട്ടന്റെ ദുഃഖം. ഇപ്പൊ അതില്ലാതെ ഒരു നിമിഷം ഉണ്ടോ? ബാലേട്ടൻ എല്ലാം മറക്കണം. ഞാനൊരു കുട്ടി ഇതിന്റെ അകത്ത് കിടന്ന് നരയിക്കണത് ഓർക്കണ്ട. എന്റെ അച്ഛൻ മാസം കൊണ്ട് തന്നില്ലെങ്കിൽ കഞ്ഞി കുടിക്കോ? ഒക്കെ മറന്നു. സഹിക്കാൻ പറ്റണ്ടാവുമ്പോ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. അതിനെ കൊണ്ട് ഞാനും ചാവും. ശല്യം ഒഴിയട്ടെ, പിന്നെ ബാലേട്ടന്റെ ഇഷ്ടം പോലെ ആവാം. നിമ്മി, കരയല്ലേ നിമ്മി? നീ എന്തൊക്കെയാ പറഞ്ഞ? ബാലേട്ടൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പറ്റണില്ല മോളെ. എല്ലാ രാത്രി ആലോചിക്കും, ഇനിയില്ല, നാളെ മുതൽ തൊടില്ല. നേരം എടുക്കുമ്പോ അത് മറക്കും. കുടിച്ചില്ലെങ്കിൽ നെഞ്ചിനുള്ളിൽ ഉമിത്തി പോലെ എരിയും. തല പെരുക്കും, നാക്ക് വരും, കൈക്കൊക്കെ ബലം കുറയും. ഞാൻ എന്താ ചെയ്യും? നിമ്മി, ബാലേട്ടനിപ്പോ ജീവിക്കാൻ ആശയമുണ്ടായി. നീയും മോളും ആരുമില്ലാണ്ടാവുമെന്ന് ഓർക്കുമ്പോഴാ അതിനും കഴിയിട്ടില്ല. അല്ലെങ്കിൽ എന്നെ നിമ്മി, ബാലേട്ടൻ എന്ത് പറഞ്ഞാലും ചെയ്താലും നീ കാര്യാക്കരുത്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അത് മാത്രമേ ഉള്ളൂ ബാലേട്ടൻ്റെ ഉള്ളിൽ. ബോധമില്ല ഉണ്ടാവും. എനിക്കറിയില്ല എന്താ പറയണേ, എന്താ ചെയ്യണേ. അതൊക്കെ നീ ക്ഷമിക്കണം കേട്ടോ. എന്തിരിപ്പാ ബാലേട്ടാ ഇത്? ക്ഷീണം ഉണ്ടെങ്കിൽ ഊണ് കഴിച്ച് കിടക്കാം. മോളുറങ്ങിയോ? ഞാൻ ഊണ് വിളമ്പട്ടെ? എന്താ സാറേ ഒരു പനി പിടിച്ച പോലെ? സുഖല്ല, പിന്നെ വണ്ടിക്കും ചെറിയ തകരാറുണ്ട്. അതിന് എനിക്കിന്നൊക്കെ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അവനൊരു സാധനം തന്നു. അപ്പൊ ഞാൻ സാറിനെ ആലോചിച്ചു. നന്നായി. ഞാൻ ആകെ ഒരു സുഖമില്ലാണ്ടിരിക്കായിരുന്നു. ഞാൻ പോയി ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ചേച്ചി ഇടയോ? അതൊന്നും സാരല്ല, താനിരിക്കും. എന്തിനാ ഗ്ലാസും വെള്ളം? സുധാകരൻ വന്നിട്ടുണ്ട്, നീ ഊണ് കഴിച്ച് കിടന്നോ. ബാലേട്ട കഷ്ടമാണ് കേട്ടത്, ഞാൻ സമ്മതിക്കില്ല. നിമ്മി, പറയണത് കേട്ടാ മതി. എന്നെ ഭരിക്കാൻ പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. ബാലേട്ട ഞാൻ കാല് പിടിച്ച് നീ ഒന്നും പറയണ്ട. വെള്ളം തീർന്നല്ലോ സാർ. ഞാൻ എടുത്തരാം. വിളിക്കുന്നേ. വേണ്ട സാർ ഇരിക്കും, ഞാൻ എടുത്തോളാം. അടുക്കളുണ്ടാവും.
അത് ശരി, അതും കാലിയാക്കിയ. സാറേ 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 ചേച്ചി, ഞാൻ വെള്ളം അടുക്കള. ചേച്ചി തെറ്റിദ്ധരിക്കരുത് ചേച്ചി, സാറിനോട് പറയല്ലേ. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പോയിക്കോളാം. മരിക്കുന്നതാണ് നല്ലത്. സ്വന്തം ഭാര്യയുടെ മാനം പോലും കാക്കാൻ അറിയാത്ത നിങ്ങൾ മരിക്കുന്നതാണ് നല്ലത്. നിമ്മി, നിമ്മി, നിമ്മി. ആ പടി ഇങ്ങോട്ട് കയറണ്ട. ഈ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പോയത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വിളിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് രാവിലെ നിമ്മി. നിമ്മിക്ക് എന്ത് പറ്റി? എനിക്ക് എന്റെ നിമ്മിയെ കണ്ടാ മതി. എനിക്ക് അവളോടാ സംസാരിക്കാനുള്ളത്. ഇനി അത് നടക്കില്ല. അവളെ കാണാൻ പോലും പറ്റില്ല. എനിക്ക് കണ്ടേ തീരൂ. കണ്ടിട്ടേ ഞാൻ പോവൂ. നിങ്ങളെ അവൾക്ക് കാണണമെന്നില്ലെന്ന്. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ, അവള് പറട്ടെ. അത് പറയാൻ പോലും അവൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വരില്ല. അവളെ കാണാതെ ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. എന്റെ മോളെ നിമ്മി എനിക്ക് കാണണം. ദയവായിട്ട് എന്നെ അനുവദിക്കും. എന്റെ വീട്ടിൽ കയറുമെന്ന് ബഹളം ഉണ്ടാക്കരുത്. തുടരെ തന്നെ. ആർക്കും എന്നെ തടയാൻ പറ്റില്ല. എന്റെ ഭാര്യ മോളെ കൂടെ ഞാൻ പോവും. എന്താ ബാല ഇത്? വേണ്ട, അയാള് കാണട്ടെ, ഞാൻ സംസാരിക്കാം. ഇതെന്റെ വീടാണ്. ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കണ്ട. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയാം. ഇന്നലെ എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പറ്റിപ്പോയി. എന്തായാലും നീ ബാലേട്ടനോട് ക്ഷമിക്കും. ഇന്നലെ വരെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചിട്ടുണ്ട്. ഏത് കഷ്ടപ്പാടിലും ദുരിതത്തിലും നിങ്ങളുടെ കൂടെ ഞാൻ നിന്നു, സ്നേഹിച്ചു. കണ്ണീരോടെ അല്ലാതെ മുഖം കറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. എന്താ നീ പറയണേ? അതിന് മാത്രം എന്താ ഉണ്ടായേ? അത് ശരി, എന്താ ഉണ്ടായെന്ന്? സകലതും വിറ്റ് തൊലച്ചു. മദ്യത്തിന് വേണ്ടി അഭിമാനം വരെ വിറ്റു. സ്വന്തം ഭാര്യ വിൽക്കുന്നു വിചാരിച്ചില്ല. ആവശ്യം പറഞ്ഞ കൊന്നുകളെ ഞാൻ എന്താ പറഞ്ഞേ? വിൽക്കുന്നോ?
എന്റെ അച്ഛനെ തുടരുത്. ശരിയല്ലേ പറഞ്ഞത്? നിമ്മി, നിങ്ങൾക്ക് മാനാഭിമാനങ്ങൾ ഒന്നുമില്ല. എന്തും ചെയ്യും. ഒരിത്തിരി ധൈര്യം കൂടി അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളുടെ കട്ടിലിൽ കിടക്കണത്. സ്വന്തം ഭാര്യയുടെ മാനം നോക്കാൻ ശേഷിയില്ലാത്തൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. ഇനി എനിക്ക് പേടിയാണ്. എനിക്ക് പേടിയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നമുക്ക് പിരിയാം. നിമ്മി, അങ്ങനെ പറയരുത്. നിമ്മി, എങ്ങോട്ടാ? എന്റെ മകള് നിങ്ങളെ മനസ്സാ വരിച്ചതാ, ഓർമ്മയുണ്ടോ? ഇപ്പൊ അവള് നിങ്ങളെ മനസ്സാൽ ഉപേക്ഷിച്ചിരിക്കില്ല. നിമ്മിക്ക് അതിന് കഴിയില്ല. അവൾ എന്റെയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഞാൻ എനിക്ക് താലിയാണ് അവളെ കഴുത്തി കിടക്കുന്നത്. താലി ഏതോടെ? ഏതോടെ? ഇതാ നിന്റെ താലി. ബാക്കി നമുക്ക് കോടതി കാണാം.